അനിയത്തിപ്രാവും മണിയനുറുമ്പും. കിങ്ങിണിപ്പുഴയുടെ തീരത്തുള്ള കണ്ടൽ മരത്തിലായിരുന്നു മണിയനുറുമ്പിന്റെ വീട്. ഒരു ദിവസം മണിയൻ ഒരു ഇലയുടെ മുകളിലിരുന്ന് കാറ്റുകൊള്ളുകയായിരുന്നു. അബദ്ധത്തിൽ കാല് തെറ്റി അവൻ വെള്ളത്തിലേക്കൊരു വീഴ്ച. പാവം മണിയനുറുമ്പ് വെള്ളത്തിൽ കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞു. അയ്യോ, രക്ഷിക്കണേ, ഞാനിപ്പോ വെള്ളത്തിൽ മുങ്ങി ചാകുമേ. മണിയന്റെ നിലവിളി കേട്ട് മഞ്ചാടിക്കുന്നിൽ പാർക്കുന്ന അനിയത്തിപ്രാവ് അതുവഴി പറന്നു വന്നു. അവശനായ ഉറുമ്പിനെ എന്തു വില കൊടുത്തും രക്ഷിക്കണമെന്ന് അവൾക്ക് തോന്നി. അവൾ ഒരു ഇല അടർത്തിയെടുത്ത് ഉറുമ്പിന്റെ അരികിൽ ഇട്ടുകൊടുത്തു. മണിയനുറുമ്പ് നീന്തി തുടിച്ച് ആ ഇലയ്ക്ക് മുകളിൽ കയറിയിരുന്നു. കാറ്റടിച്ചപ്പോൾ ഇല കരയ്ക്കടിഞ്ഞു. അവൻ ഒരുവിധം നീന്തിക്കയറി രക്ഷപ്പെട്ടു. അനിയത്തിപ്രാവിനോട് അവന് എന്തെന്നില്ലാത്ത നന്ദിയും കടപ്പാടും തോന്നി. എങ്കിലും ആ നന്ദി നേരിട്ടറിയിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരിക്കൽ അനിയത്തിപ്രാവ് കടുത്ത പനിയും വിറയലുമായി കുന്നിൻ ചരിവിലുള്ള ഒരു കാട്ടിലഞ്ഞ് മരത്തിന്റെ കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേട്ടക്കാരൻ കുട്ടായി തന്റെ തോക്കും ചൂണ്ടി അതുവഴി വന്നത്. വേട്ടക്കാരനെ കണ്ടെങ്കിലും അവശയായ അനിയത്തിപ്രാവിന് അവിടെ നിന്നും പറന്നു നീങ്ങാൻ കഴിഞ്ഞില്ല. ഈ തക്കം നോക്കി കുട്ടായി പ്രാവിന്റെ നേർക്ക് തോക്കു ചൂണ്ടി. പെട്ടെന്നാണ് മണിയനുറുമ്പ് ആ കാഴ്ച കണ്ടത്. അവൻ വേഗത്തിൽ പാഞ്ഞു വന്ന് വേട്ടക്കാരൻ കുട്ടായിയുടെ കണങ്കാലിൽ ആഞ്ഞൊരു കടി കൊടുത്തു. എന്റെ അമ്മേ! ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കുട്ടായി ഓടടാ ഓട്ടം. അനിയത്തിപ്രാവിന് സന്തോഷമായി. അവൾ മണിയനുറുമ്പിനോട് നന്ദി പറഞ്ഞു. നന്മ ചെയ്യുന്നവന് നന്മ തിരിച്ചു കിട്ടും, തീർച്ച.